ഒത്തിരി ഭയങ്കര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു ശരണ്യക്ക്. അയ്യോ തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് വലിയ ഒരു ഫ്രണ്ട് സർക്കിളായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എവിടെ പോയാലും. പക്ഷേ ഈ പറയുന്ന പോലെ ചീറ്റ് ചെയ്തു ഒത്തിരി പേര്. അതെ തീർച്ചയായിട്ടും. കാരണം പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നതാണ് പ്രശ്നം. അതെ. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവും. അതെന്ത് വന്നാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയുള്ളൂ. നമുക്ക് എന്ത് പറയാനും എന്ത് കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഇരുന്നാലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയുള്ളത് നമ്മുടെ അമ്മയാണ് ശരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ ധിക്കരിക്കുന്നതും അമ്മയെ തന്നെയാണ്. നമുക്ക് എന്തും കാണിക്കാൻ നമുക്ക് കയറി ചെന്ന് എന്തും കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് അത് ക്ഷമിക്കാനുള്ള കഴിവ്. നീ ഒരാളെ കൊന്നിട്ട് വന്നാലും അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സ്വന്തം അമ്മയ്ക്കല്ലാണ്ട് ഇരിക്കുമെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന സുഹൃത്തുക്കൾക്ക് പോലും ഉണ്ടാവില്ല എന്നതാണ് സത്യം. കയ്യിലൊരു ടാറ്റു ഉണ്ട് അല്ലേ? അയ്യോ ഉണ്ട്. എന്താണത്? ഞാൻ ഈ ടാറ്റു ചെയ്തിരിക്കുന്ന കുട്ടിച്ചാത്തൻ എന്നാണ്. ഓക്കെ. അതെന്താ ടാറ്റുന് കണ്ടു, റീൽസിൽ കണ്ടു. ആണല്ലേ? അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഒരു ഈശ്വര വിശ്വാസിയാണ്. ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് തന്നെയും നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം വിചാരിച്ചാൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ പ്രാർത്ഥിക്കാനെന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. നമ്മളെ ദ്രോഹിക്കാതിരിക്കാം പല ആൾക്കാരും. നമ്മൾ തിരിച്ച് ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് തരുവാണ്. നമുക്കത് കാണാനുള്ള ഭാഗ്യമാണ് കിട്ടുന്നത്. അപ്പോൾ അത് മതിയല്ലോ. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകണ്ട. നമ്മൾ എത്ര വേദനിച്ചാലും നമ്മളെ കണ്ണിൽ നിന്നൊരു ബലം ഉണ്ടാവും.